ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു ഫാമിലി ട്രിപ്പ് പോവാണ് കേട്ടോ. ഫാമിലി ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഫാമിലിയിലത്തെ എല്ലാവരും ഇല്ല, ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ മാത്രം ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിൽ നിന്നാണ് പോണത്, കോട്ടപ്പറമ്പിൽ നിന്നാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ ട്രാവലറിൽ കുറച്ച് പേര് മാത്രമായിട്ടോ പോണത്. അപ്പോൾ ഒരു പുലർച്ചെയാണ് പോണത്, ഒരു 3:30 ആ ടൈമിൽ മോന് ഞങ്ങളെ ആക്കി തന്ന്. മോനും ഇപ്പം പോരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഹൈടെക്സിൻ്റെ അവിടെ ആയിരുന്നു കേട്ടോ ഞങ്ങളെ വണ്ടി കാത്തു നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നാളിന് ശേഷം കണ്ടതിൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാ ഈ ഒരു വണ്ടിയിലാട്ടോ നമ്മൾ പോണത്. അടിപൊളി വൈബ് ചെയ്യുന്നു കേട്ടോ. ഞങ്ങൾ കുറേ ട്രിപ്പ് പോയിട്ടുണ്ട്, ഫാമിലി ട്രിപ്പ്. ഈ കോട്ടപ്പറമ്പ് ഫാമിലി തന്നെ ഒരുപാട് ട്രിപ്പ് ബസ്സിൽ പോയിട്ടുണ്ട്. അതിലേറെ ഭയങ്കര വൈബ് ട്രിപ്പ് ചെയ്യുന്നു കേട്ടോ അത്. ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല ഇത്ര വൈബാവും ഈ ട്രിപ്പ് എന്നുള്ളത്. കാരണം ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നല്ല അടിച്ച് പൊളിച്ച് വന്നു കേട്ടോ ഈ ട്രിപ്പ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തുടങ്ങി. സ്ഥലങ്ങളെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയൂല കേട്ടോ. ഞങ്ങൾ പോണത് നെല്ലിയാമ്പതിക്കാണ് കേട്ടോ, പാലക്കാട്. ഞങ്ങൾ ഊട്ടി പോകാനാണ് കരുതിയിരുന്നത്, പക്ഷേ ഊട്ടിയിൽ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാകാരം. അപ്പോൾ പിന്നെ വണ്ടി നീങ്ങൂല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നെല്ലിയാമ്പതിക്ക് ആക്കിയത്. അപ്പോൾ പാലക്കാടാണല്ലോ നെല്ലിയാമ്പതി വരുന്നത്, അവിടെ ഫുള്ള് ഇതാണ് കേട്ടോ, പാടാണ് വരുന്നത്. ഞങ്ങൾ കണ്ട കൂടുതലും പാടാണ് കേട്ടോ, അതായത് ആ റൂട്ടിനുള്ളത് കൂടുതലും പാടാണ്. ഞങ്ങൾ കുറച്ച് നേരം കടന്നുറങ്ങി നീച്ചപ്പോക്കും ഞങ്ങൾ പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെ നാട്ടിലൊക്കെ നല്ല ചൂടാണല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ചൂടായിരിക്കും എന്ന് എഴുതിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഉച്ച ആയാലും വൈകുന്നേരം ആയാലും അപ്പോഴൊക്കെ ഒരു ചെറിയ തണുപ്പോട് കൂടിയിട്ടുള്ള വെയിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ചെറിയൊരു ഹോട്ടലായിരുന്നു, എന്നാലും പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ഫുഡ് ആയിരുന്നു കേട്ടോ. എല്ലാവരും പൊറാട്ട എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നല്ല ദോശയും പിന്നെ ചട്നിയും അതേപോലെ ചമ്മന്തി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡ്. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡിന് വെയിറ്റിംഗ് ആണ് കേട്ടോ. കാത്തിരുന്ന് പിന്നെ നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും അവിടെ ഇല്ല കേട്ടോ, അതായത് ഇങ്ങനെ ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. മുട്ടക്കറി, വെജിറ്റബിൾ കുറുമ അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് എത്തി, അത് കഴിച്ചു. അതിന് ശേഷം പിന്നെ റബിക്കാക്ക അപ്പുറത്തെ കടയിൽ നിന്ന് പഴവും ലേസും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയിട്ട് അങ്ങനെ ലേസൊക്കെ കഴിക്കുകയാണ്. ഇനി ചുരാട്ടോ വരാനുള്ളത്. അപ്പോൾ പിന്നെ അങ്ങനെ അത്ര കടകളൊന്നും ഉണ്ടാവില്ല പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒക്കെ വാങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഞാനിനി കുറേയൊന്നും വോയിസ് പറയുന്നുണ്ടാവില്ല കേട്ടോ, പിന്നെ കുറച്ച് ഭാഗത്തൊക്കെ ഞാനിങ്ങനെ സോങ് കൊടുക്കുകയും ചെയ്യുന്നുണ്ടാവും. നമ്മളൊക്കെ എവിടെയൊക്കെ വ്യൂ പോയിന്റ് കാണുന്നുണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ ഇറങ്ങണമുണ്ടായിരുന്നു കേട്ടോ, ഫോട്ടോസ് എടുക്കാനും കാണാനൊക്കെ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഫുഡ് കഴിക്കണ വരെ ഐഫോണിലാട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഐഫോൺ ചത്ത് ഗൈസ്. എത്ര പെട്ടെന്ന് ചത്തെന്ന് അറിയില്ല. ചാർജൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അപ്പോൾ അത് ചാർജ് കഴിഞ്ഞ്. ഞാനാണെങ്കിൽ പ്ലഗ് കൊണ്ടുവരാതെ അതിൻ്റെ വയറ് മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കുത്താൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഉമ്മാൻ്റെ ഈ ഫോണിൽ തന്നെ എടുക്കുക കേട്ടോ ചെയ്തത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് അധികം ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടി കയറി. പിന്നെ സിനുത്താത്ത ഭയങ്കര പ്ലാനിലായിട്ട് വന്നിട്ടുണ്ടായി, നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കണം ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞങ്ങൾ 2-3 വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പലയിടത്തേക്കും ട്രിപ്പ് പോയിട്ടുണ്ട് കേട്ടോ. മൂന്നാർ, വാഗമണ്ണ്, ഊട്ടിയൊക്കെ ഒരു 10-20 വട്ടം കണ്ടിട്ടുണ്ടാവും. പിന്നെ കൊടൈക്കനാൽ, അങ്ങനെ പല സ്ഥലത്തേക്കും നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും നെല്ലിയാമ്പതിക്ക് ഇതുവരെ വന്നിട്ടുണ്ടായില്ല. ഞാൻ കരുതിയിരുന്നു നെല്ലിയാമ്പതിയിൽ വെറും ഒരു ഓറഞ്ച് തോട്ടം മാത്രമാണ് ഉള്ളത് എന്നുള്ളത്. പോയി വന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ പലതും കാണാനുണ്ട് എന്നുള്ളത് കേട്ടോ. പിന്നെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത പലതും എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തു കേട്ടോ ഈ ഒരു ട്രിപ്പിൽ. അങ്ങനെ പിന്നെ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് സൂസൈഡ് പോയിൻ്റ് ആണ്. ജീപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ട്രെക്കിങ്ങിന് പോകാമെന്ന് കരുതി, പിന്നെ തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് കരുതി. പിന്നെ ഞങ്ങൾ പോയ സ്ഥലം തന്നെയാണ് ട്രെക്കിങ്ങിന് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കയറിയില്ല. അങ്ങനെ നമ്മൾ സൂസൈഡ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടേക്ക് കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴും വെയിലുണ്ടെങ്കിൽ പോലും നല്ല തണുത്ത കാറ്റാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ സൂസൈഡ് പോയിന്റ് കാണാൻ വേണ്ടി ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുള്ളൂ കേട്ടോ നടക്കാൻ. അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുള്ളൂ, ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് അധികം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ കുരങ്ങന്മാരൊക്കെ അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. ആദ്യം ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാൻ സമയമായപ്പോഴാണ് ഒരുപാട് പേര് വന്നത് കേട്ടോ. ആദ്യം ഞങ്ങൾ കരുതി ആളും മനുഷ്യനൊന്നും ഇല്ല എന്നുള്ളത്. പിന്നെ നല്ല തിരക്കായി കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ ആ തലക്ക വരെ പോയി നോക്കി കേട്ടോ, ഒന്ന് ജസ്റ്റ് കാണാൻ. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ഇവിടുന്ന് കാണാൻ. അടിയിൽ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളെ പോലെ തോന്നും കേട്ടോ, വീടും കാര്യങ്ങളൊക്കെ.
കുറച്ചധികം നേരം ഞങ്ങൾ സൂയിസൈഡ് പോയിൻ്റ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കാണാനും നല്ല രസമുണ്ടായിരുന്നു, നല്ല കാറ്റും തണുപ്പുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു, കാരണം നമുക്ക് ഇനിയും വേറെ സ്ഥലങ്ങൾ കാണാനുള്ളതാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ചായ ഉണ്ട്, അതേപോലെ ഐസ്ക്രീം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ ഐസ്ക്രീംസ് വാങ്ങുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ഐസ്ക്രീമായിട്ട് പറയാതിരിക്കാൻ വയ്യ. നല്ല ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണ്. നമുക്ക് ആ മെഷീൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടോ ഐസ്ക്രീം കിട്ടണത്. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കേട്ടോ കഴിക്കണത്. അങ്ങനെ പല മാളിൻ്റെ ഉള്ളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മെഷീൻ്റെ ഉള്ളിൽ നിന്ന് ഐസ്ക്രീം വരുന്നത്. ഇങ്ങനെ മേലെ വരെ ഇങ്ങനെ ഇതായിട്ടുണ്ടാവും കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ എന്താണ് ഇങ്ങനെ സ്പൂണേറ്റ് ഇതാക്കി തരുമല്ലേ ചെയ്യുക. ഇത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അവിടെ കുറേ KSRTCയിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ മറ്റേ യാത്രക്കാർ, അതായത് എങ്ങനെയാണ് ഉല്ലാസ യാത്രക്കാരോ അങ്ങനെ എന്തോ പറയുമല്ലോ, KSRTCയിൽ ഇങ്ങനെ ട്രിപ്പായിട്ട് വരുന്നുണ്ടായിരുന്നു. അടുത്തത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഫാം ഹൗസ് കാട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോവാട്ടോ ചെയ്യണത്. ഫാം ഹൗസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി വെറും ഒരു പശുവിൻ്റെ ഒരു ഇതാക്കാരം നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ. പക്ഷേ അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല ഗൈസ്, പലതും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഒരു ഗാർഡന് കണ്ടൊരു അറ്റ്മോസ്ഫിയർ ആണ്, എന്നാലും ഫാം ഹൗസ് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പാഷൻ ഫ്രൂട്ട് എത്രമ്പോരം ആണെന്നറിയോ. പാഷൻ ഫ്രൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഇങ്ങനെ പറിച്ചാലോ എന്ന് കരുതി, പക്ഷെ നമുക്ക് പറിച്ചാൽ ഫൈൻ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് വെച്ചാൽ ഒരുപാട് മുയലുകളുണ്ട് കേട്ടോ, പലവിധം മുയലുകളുണ്ട്. പിന്നെ പ്രാവുകൾ പല വിധം ഉണ്ട് കേട്ടോ, പല ടൈപ്പ് പ്രാവുകളുണ്ട് കേട്ടോ. എന്താ പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ കുറേ പ്രാവുകളുണ്ട്. പിന്നെ പട്ടികൾ നായ്ക്കളുണ്ട്. പിന്നെ അതേപോലെ പശുക്കളുണ്ട്, പക്ഷെ അതിനെ മേയ്ക്കാൻ കൊണ്ടുപോയിക്കുക എന്നാണ് പറഞ്ഞത്. മേയ്ക്കാൻ തന്നെയല്ലേ പറയുക, പുല്ല് തിന്നാൻ കൊണ്ടുപോയിക്കുകയാണ്. പിന്നെ ആടുകൾ കുറേ ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെയും കുറേ പ്രാവുകളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സെക്ഷൻ ഉണ്ട്, അവിടെ ഒരുപാട് പലതരം കോഴികളുണ്ട്. ആടും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു കുർനാപ്പി യമു അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, യമുവിനെ തോന്നുന്നു. അങ്ങനെയും പിന്നെ പൂച്ചകൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തുക്കണു, അതൊക്കെ ഇതിൽ കാണാം. പിന്നെ താറാവുകളൊക്കെ ഉണ്ട്, പക്ഷെ താറാവുകളൊക്കെ കുളത്തിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയിക്കുന്നു, അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
അവിടെ നല്ല പ്ലേസ് ഉണ്ടായിരുന്നു കേട്ടോ, ഫോട്ടോസ് എടുക്കാനും ഇരിക്കാനും ഒക്കെ നല്ല കാറ്റും തണുപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ചധികം നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോന്ന് നമ്മളെ വണ്ടി മേലെയിരുന്നു കേട്ടോ. അങ്ങനെ അതിൽ കയറി ഇനി നമ്മൾ നേരെ പോണത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു തൈലത്തോട്ടത്തിൽ ഇറങ്ങാനുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പ്ലേസ് നോക്കി ഞങ്ങൾ ഇങ്ങനെ പോവുമായിരുന്നു. ഞങ്ങളങ്ങനെ ട്രാവലറിൽ പാട്ടൊക്കെ വെച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ഡാൻസ് കളിക്കുക കേട്ടോ. എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും, അതുകൊണ്ടാണ് ഞാനിത് ഇതിൽ കാണിക്കാത്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് എടുക്കാനുള്ള വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വണ്ടിക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം, നല്ലോണം വിശക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ ഫോട്ടോസും അതേപോലെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ ഓറഞ്ച് തോട്ടം അതേപോലെ തന്നെ ആപ്പിൾ തോട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പിന്നെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല, അവിടെ ഇപ്പോൾ സീസൺ അല്ല. അപ്പോൾ പിന്നെ വെറുതെ കയറി ടൈം കളയണ്ടെന്ന് കരുതി. ഞങ്ങൾ കരുതി ആ ടൈമും കൂടെ നമുക്ക് ഡാമിൽ സ്പെൻഡ് ചെയ്യാന്നുള്ളത്, കാരണം അവിടെ കുറേ കളിക്കാനുള്ളതും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വെറും ചോറാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ബിരിയാണി എങ്ങനെ ടേസ്റ്റ് എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പം അങ്ങനെ വെറും ചോറാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പപ്പടവും അച്ചാറും ക്യാബേജ് ഉപ്പേരിയും പിന്നെ എന്തോ ഒരു മീനിൻ്റെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കറികൾ മീനും സാമ്പാറും രസവും ഉണ്ടായിരുന്നു. ചോറ് കഴിഞ്ഞിട്ട് ഓരോ സർബത്ത് കുടിച്ചു. അതിനുശേഷം നമ്മളിത് ആ ഡാമിൻ്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. ആ പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. പോത്തുണ്ടി ഡാം അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അവിടെ കേട്ടോ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഒരുപാട് പ്രതിമകളും അങ്ങനെയൊക്കെ ഒരു പാർക്കാണ് കേട്ടോ. എനിക്ക് ആ പാർക്കിൻ്റെ ഉള്ളിലത്തെ കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ മറ്റേ നമ്മളെ നാട്ടിലത്തെ കാഞ്ഞിരപ്പുഴൻ്റെ പോലെയൊക്കെ തോന്നി കേട്ടോ. നല്ലോണം കളിക്കാനുള്ളത്. കുട്ടികൾക്ക് ചെറിയൊരു സെക്ഷൻ ഉണ്ട്, പിന്നെ വലിയവർക്കൊരു സെക്ഷൻ ഉണ്ട്. ആദ്യം കുട്ടികൾ അവിടെ പോയിട്ട് ഞങ്ങൾ കളിച്ചപ്പോൾ ഞങ്ങൾ ആട്ടിട്ടോ സെക്യൂരിറ്റി. എന്നിട്ടും പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പുറത്ത് ഞങ്ങൾക്ക് വലിയവർക്കുള്ളൊരു ഇതുണ്ട് എന്നുള്ളത്. ഇവിടെ ബോർഡിൽ ഇങ്ങനെ കാണിച്ചു തരുന്നു കേട്ടോ, എന്തൊക്കെ ഇവിടെ ഉണ്ട്, ഏതൊക്കെ കാര്യങ്ങളാണെന്നുള്ളതൊക്കെ. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഡാമിൽ കയറിയില്ല കേട്ടോ. ഞങ്ങൾ ഈ പാർക്കുകളിൽ കയറി കഴിഞ്ഞിട്ട് ഡാമിൽ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഞങ്ങൾ കുറേ നേരം ഊഞ്ഞാലാടി, പിന്നെ ഒരു സീസോ പോലത്തെ ഉണ്ടായിരുന്നു, മറ്റേ
ഉരുസണതുണ്ടായിരുന്നു. അതിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫോൺ ഫുള്ളായിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ മറ്റേ റോപ്പിൻ്റെ അവിടേക്ക് പോയിട്ടോ. അപ്പോൾ ഷാനി പറഞ്ഞു നമുക്ക് കയറല്ലേ, നമുക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോളും, ഞാൻ ഇതുവരെ അതിൽ കയറിയിട്ടില്ല, അപ്പോൾ എനിക്കൊരു ആഗ്രഹം എന്നാൽ കയറി നോക്കിയാലോ എന്നുള്ളത്. അങ്ങനെ ഞാനും റിയാനും ഷാനും പാടെ ആ റോപ്പിലും പോയി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ലൈഫിൽ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കരുതി, അതിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ ഞങ്ങൾ പുറത്ത് പോയിട്ട് കഴിക്കാൻ കരുതി എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോവാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഞങ്ങളെല്ലാവരും ഓരോ സോഡ സർബത്ത് വാങ്ങി കുടിച്ചിട്ടോ. പലതും വാങ്ങി കഴിക്കുന്നുണ്ട്. അതായത് മാങ്ങ കഴിക്കുന്നുണ്ട്, പൈനാപ്പിൾ കഴിക്കുന്നുണ്ട്, പിന്നെ ഇട്ടാപ്പൊട്ടി വാങ്ങുന്നുണ്ട്, പിന്നെ പോപ്കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് നമ്മൾ കുതിരമ്മ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുതിരമ്മ പോകണില്ല എന്ന് കരുതിയതായിരുന്നു. പെട്ടെന്ന് റബിക്കാക്ക പറഞ്ഞു നമുക്ക് അതിലും കൂടി ഒന്ന് കയറി നോക്കാമെന്നുള്ളത്. അതും എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ, കുതിര വണ്ടിമ്മ പോണത്. കുതിരമ്മ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അങ്ങനെ പിന്നെ അവിടുത്തെ എല്ലാതും കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരുകയാണ്. അപ്പോൾ ലേസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ വണ്ടിയിലിരുന്ന് കഴിക്കുക കേട്ടോ ചെയ്യണത്.
കുറേ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം മോനുക്കാക്കിയിട്ടും ഇറങ്ങിയിട്ട് ഓരോ വീടെത്തി. അങ്ങനെ ഓര് ഇറങ്ങി പോവാണ്. അതിന് ശേഷമായിട്ട് നമ്മൾ ഇറങ്ങുന്നത്. ഇവർ ചെർപ്പളശ്ശേരിയാണ് വീട്. അപ്പോൾ ഓര് അവിടെ ഇറങ്ങി. എന്നിട്ട് നമ്മൾ പെരിന്തൽമണ്ണ വന്നിട്ട് ഇറങ്ങാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ യാത്രയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ സോനും ഷനും അതേപോലെ തന്നെ പൊന്നും കൂടെ മറ്റേ മൂന്നുകുടിയോടത്ത് ഇറങ്ങി ഓരോ വണ്ടി അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ കയറിയ ഹൈടെക്സിൻ്റെ അവിടേക്ക് തന്നെ കേട്ടോ പോണത്. അവിടെ കേട്ടോ ഞങ്ങൾ ഇറങ്ങണത്. റോട്ടിലെന്തോ ജാഥയൊക്കെ ഉണ്ടോ, അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ആയിരുന്നു. വൻ ബ്ലോക്ക് ആയിരുന്നു. ഭയങ്കര പടക്കം പൊട്ടിക്കലുണ്ടായിരുന്നു. മറ്റേ MSFൻ്റെ UDFൻ്റെ ആണ് തോന്നുന്നു കേട്ടോ, എനിക്കറിയൂല ഏതാണ്. പച്ചക്കൊടിയാണ് എന്തായാലും. അപ്പോൾ അതിൻ്റെ ജാതിയും അങ്ങനെ അതിൻ്റെ എന്തൊക്കെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ നെല്ലിയാമ്പതിയത്തെ വിശേഷങ്ങൾ കേട്ടോ. എന്തോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു ട്രിപ്പ്. ഞാൻ എക്സ്പീരിയൻസ് കൂടുതൽ ചെയ്തിട്ടുള്ളൊരു ട്രിപ്പാണിത്. അതായത് റോപ്പുമ്മ കയറി, കുതിരവണ്ടി കയറി, അങ്ങനെ പലതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എത്ര ട്രിപ്പ് പോയാലും ബസ്സിൽ ചാടി കളിക്കുക എന്നല്ലാതെ ഇങ്ങനെ വേറെ റീലെടുക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഡ്രൈവറും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഒരു വൈകാതെ തന്നെ ഞങ്ങൾ അടുത്തൊരു ട്രിപ്പ് വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.